വളരെ കാലം മുമ്പ് ലുനാരിയ എന്നൊരു ദ്വീപുണ്ടായിരുന്നു. എലാര എന്നു പേരുള്ള ഒരു രാജ്ഞിയാണ് ആ ദ്വീപ് ഭരിച്ചിരുന്നത്. വളരെയധികം സമാധാനത്തോടു കൂടിയാണ് ആ ദ്വീപിലെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. ആ ദ്വീപിന് പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു. മാന്ത്രികതകൾ നിറഞ്ഞ കാടുകളും വ്യത്യസ്ത രീതിയിലുള്ള ജീവജാലങ്ങളും അതിൽ ജീവിച്ചിരുന്നു. രാജകുമാരി എലാരയ്ക്ക് ഒരുപാട് മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു. അവൾ തൻ്റെ ജനങ്ങളെ അഗാധമായി സ്നേഹിക്കുകയും തൻ്റെ മാന്ത്രിക ശക്തികളാൽ രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ സമാധാനപരമായി നിലനിന്നിരുന്ന ആ ദ്വീപിലേക്ക് അകലെയുള്ള പർവ്വതനിരകളിൽ നിന്ന് ഒരു നിഗൂഢമായ കാർമേഘം വന്നു. അത് ആകാശത്തെ മൂടുകയും ആ ദ്വീപിലുള്ള ജീവിവർഗങ്ങളെ തളർത്തുകയും ചെയ്തു. മരങ്ങൾ പൂക്കുന്നത് നിർത്തി. ചന്ദ്രൻ പോലും മേഘങ്ങൾക്ക് പിന്നിലേക്ക് മറഞ്ഞുപോയി. അങ്ങനെ സമാധാനപരമായി ജീവിച്ചിരുന്ന ആ ദ്വീപ് ചില ദുഷ്ടശക്തികളുടെ നിയന്ത്രണത്തിലായി. എലാര രാജ്ഞി പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള നിലയിലേക്ക് പോവുകയുണ്ടായി. തൻ്റെ ശക്തി ഉപയോഗിച്ച് അവൾ ആ അന്ധകാരത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തു. എന്നാൽ അവളുടെ മാന്ത്രിക വിദ്യകൾ കൊണ്ടൊന്നും അതിനെ തടയാൻ കഴിഞ്ഞില്ല. രാജ്ഞി പെട്ടെന്ന് തന്നെ ഒരു പ്രഗത്ഭയായ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. മന്ത്രവാദി പറഞ്ഞു, അന്ധകാരത്തിൻ്റെ ദേവനായ വാർഗാസൺ ഈ ദ്വീപിനെ ശപിച്ചിരിക്കുകയാണ്. ഈ ദ്വീപിനെ അവൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് അവൻ്റെ ലക്ഷ്യം. ഈ അന്ധകാരം തുടർന്നു പോയാൽ തീർച്ചയായും ഈ ദ്വീപിലുള്ള മൃഗങ്ങളും മനുഷ്യരും മറ്റുള്ള എല്ലാ ജീവിവർഗങ്ങളും നശിച്ചു പോകും. അതിനുശേഷം അവൻ തൻ്റെ അനുയായികളെ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അതിലൂടെ അവൻ തങ്ങളുടെ സാമ്രാജ്യത്തെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ശ്രമിക്കും. ഇതും പറഞ്ഞ് മന്ത്രവാദി തൻ്റെ മാന്ത്രിക ഹൃദയം അവൾക്ക് നൽകുകയുണ്ടായി. അവസാനമായി മന്ത്രവാദി പറഞ്ഞു, നിനക്ക് മാത്രമേ ഈ ദ്വീപിനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നീ ഈ ഹൃദയം കഴിച്ച ശേഷം അകലെയുള്ള വെൽമറോത്ത് മലനിരകളുടെ താഴ്വാരത്തുള്ള ഒരു ഗുഹയിലേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും. പതിയെ നീ ഉറക്കത്തിലേക്ക് പോവും. അതോടുകൂടി ഈ ദ്വീപിനകത്തെ ശാപം പതിയെ നീങ്ങും. എൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുക, വിധിയെന്നും സത്യത്തിൻ്റെ കൂടെയായിരിക്കും. ഇതും പറഞ്ഞ് മന്ത്രവാദി പതിയെ അവിടെ നിന്ന് മാഞ്ഞു പോവുകയുണ്ടായി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇറ്റിറ്റായി വീഴാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. തൻ്റെ വിശ്വസ്തനായ ഒരു മന്ത്രിയുടെ അടുക്കൽ അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. തൻ്റെ രാജ്യത്തെ ജനങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കാൻ അവൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതും പറഞ്ഞ് അവൾ തൻ്റെ പ്രിയപ്പെട്ട കുതിരയുടെ പുറത്ത് കയറി വെൽമറോത്ത് പർവ്വതനിര ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായാണ് വെൽമറോത്ത് പർവ്വതനിര സ്ഥിതി ചെയ്തിരുന്നത്. അങ്ങനെ അവൾ കാട്ടിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. വഴിമധ്യേ അവൾ കുറച്ച് മൃഗങ്ങളെ കാണുകയുണ്ടായി. അവൾക്ക് മൃഗങ്ങളോടും പക്ഷികളോടും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. രാജകുമാരി അവരോട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. അവൾക്ക് തങ്ങളുടെ രാജകുമാരി പോകുന്നതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. രാജകുമാരി മറുപടി പറഞ്ഞു, പേടിക്കണ്ട, വിധിയിൽ വിശ്വസിക്കുക. കാലങ്ങൾക്ക് ശേഷം ഒരു ധീരയോദ്ധാവ് ഈ രാജ്യത്ത് ജനിക്കും. അവനിലൂടെ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. അതും പറഞ്ഞ് രാജകുമാരി യാത്ര തുടർന്നു. ഒടുവിൽ അവൾ വെൽമറോത്ത് പർവ്വതനിരകളുടെ താഴ്വാരത്തുള്ള ഒരു ഗുഹയുടെ മുന്നിൽ എത്തിച്ചേരുകയുണ്ടായി. അവൾ ഗുഹയുടെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തൻ്റെ ചുറ്റിലേക്കും നോക്കി. അവളുടെ കണ്ണ് ആ നിമിഷം നിറഞ്ഞു പോയിരുന്നു. തൻ്റെ രാജ്യത്തെ അവൾ അത്രയധികം സ്നേഹിച്ചിരുന്നു. പെട്ടെന്നൊരു നിമിഷത്തിൽ അതെല്ലാം തൻ്റെ കൺമുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവൾക്കത് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ തൻ്റെ ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൾ ആ ത്യാഗത്തിന് തയ്യാറായി. ഒടുവിൽ അവൾ ആ ഗുഹക്കകത്തേക്ക് പ്രവേശിക്കുകയുണ്ടായി. അതിനുശേഷം തൻ്റെ കയ്യിലുള്ള ആ മാന്ത്രിക ഹൃദയം അവൾ കഴിച്ചു. അതേ നിമിഷം തന്നെ അവൾക്ക് ചെറിയ ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. പതിയെ അവൾ ഒരു കോമാവസ്ഥയിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ ആ ദ്വീപിനെ ബാധിച്ചിരുന്ന ശാപം പതിയെ മാഞ്ഞു പോവുകയുണ്ടായി. ദ്വീപിലുള്ള ജനങ്ങളെല്ലാം പഴയതുപോലെ സന്തോഷിക്കുകയുണ്ടായി. പക്ഷേ തങ്ങളുടെ രാജ്ഞി പോയ കാര്യം അവർ അറിയുകയുണ്ടായി. അവർ വലിയ സങ്കടത്തിലായി. തങ്ങളുടെ രാജ്ഞിയുടെ ഓർമ്മക്കായി അവർ കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഒരു വലിയൊരു ശില്പം നിർമ്മിക്കുകയുണ്ടായി. അതിന് ചുവട്ടിലായി
ഒരു വിളക്കും അവർ വെക്കുകയുണ്ടായി, ഒരിക്കലും കെടാത്ത രീതിയിൽ.